വലിക്കങ്ങട് അങ്ങോട്ട് വലിക്കങ്ങട്. അടിന്ന് വലിയ വരട്ടെ, കയ്യേൻ്റെ ഇടയിൽ ഇടരുതിട്ടാ. അങ്ങനെ സാധിക്കും നിന്നെ കൊണ്ട്. ചിലപ്പോ പറ്റാണെങ്കിൽ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുമായിരിക്കും, അറിയില്ല. അവരൊക്കെ സ്കൂളിൽ പോയി. അപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങണം. ഈ നേരത്തെ ഉണ്ടാക്കുന്നത് കാണാൻ വഴിയില്ല, അറിയില്ല. പറ്റില്ലെങ്കിൽ അളിയൻ പറഞ്ഞത് രാവിലെ തന്നെ ഉണ്ടാക്കുന്നു പറഞ്ഞു. ഇപ്പൊ നേരം എടുത്തിട്ടല്ലോ. അല്ല 8 മണി കഴിഞ്ഞു. പോക്കോ വഴിയുണ്ട്. പോട്ടെ. ഉറപ്പ് നേരെയാക്ക്. നേരെയാക്കിക്കോ. പോട്ടെ, ഇറങ്ങ. ഓക്കെ, കേറട്ടെ. ഈ മരത്തിന്റെ മുകളിലൊക്കെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ആണോ? നോക്കണ്ട, എനിക്ക് പേടിയാണ്. ഇവരിങ്ങനെ പറഞ്ഞു. കുരങ്ങ മുകളിലുണ്ടോ അവിടെ? മാവിന്റെ മുകളില് കുരങ്ങനോടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ജിലേബി നമ്മൾ കഴിച്ചിട്ടില്ല. ഫുൾ മധുരത്തിന്റെ സ്ഥലമാണ്. എന്നാലും ഇവിടെ ഡ്രസ്സ് കിടക്കണ കാണാൻ പറ്റില്ലേ? അവിടെ ഉണ്ട്. അവരവിടെ ഫുഡ് കഴിക്കാൻ തോന്നും. അപ്പൊ നമുക്ക് പോവാം ജിലേബി കടയിലേക്ക്. എവിടെയാണ് കട? ഇതാണ് അവരുടെ സ്കൂള്. ഇതാണ് ജിലേബി ഉണ്ടാക്കണ കട. അവിടെ ജിലേബി ഇത്തിരി ഉള്ളൂ, ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ കഴിഞ്ഞോണ്ടോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അവിടെ നമുക്ക് മേടിക്കാം. നേരത്തെ തന്നെ ഉണ്ടാക്കുന്നു അല്ലേ? അതല്ല ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഓർഡർ അനുസരിച്ചാണ് പരിപാടി. ഓർഡർ അല്ലടി, അവര് രാവിലെ ഒരു 7 മണി 7 ആകുമ്പോൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇവര് ഇതിന്റെ ഉള്ളില് എണ്ണയിലിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കണ കേട്ടോ. അല്ല, അതിന്റെ ഉള്ളില് സ്വീറ്റ് അതിന്റെ ഉള്ളിലുണ്ട്, അപ്പുറത്തെ ചട്ടിയില്. അതിൽ മുക്കി എടുത്തിട്ട് വെക്കും. ഇവിടെ ശരിക്കും തൂക്കാണ്, നമ്മുടെ അവിടെ എണ്ണാണ്. ഞാൻ എണ്ണം വേണമെന്ന് പറഞ്ഞപ്പോ എണ്ണത്തിൽ എടുത്തിട്ട് തൂക്കിക്കൊണ്ടിരിക്കുക. 8 എണ്ണം ഉണ്ടാക്കണ്ടെന്ന് നോക്കിയായിരുന്നു. अभी बनाएगा दूसरा खत्म हो गया. कितना बजे बनाएगा? अभी कल सुबह बनेगा. कितना बजे? 9 बजे कल. कितना बजे? 7-8 बजे. 7-8 बजे. വീട് മാറ്റാൻ നോക്കിയായിരുന്നു. वीडियो निकालना सकते हो? वीडियो अरे डालो हम क्या. നാളെ രാവിലെ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ നമ്മളുണ്ടാവോ? നാളെ രാവിലെ നമ്മളുണ്ടാവും അറിയില്ല, നോക്കാം. ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുക്കാം. അവരെന്നെ മിക്സ് ഒക്കെ പറഞ്ഞുതരാവോ? അറിയില്ല അല്ലേ? ചേട്ടൻ പറഞ്ഞ പൈസ അല്ലല്ലോ, നമ്മളെ പറ്റിക്കേണ്ടെന്ന് തോന്നുന്നു. എന്ത് ചേട്ടൻ കേരളം എന്നൊക്കെ പറഞ്ഞോടായിരിക്കും. ഇതിപ്പോ നമ്മുടെ 8 എണ്ണത്തിന് 80 രൂപ മേടിച്ചു. 8 എണ്ണല്ല 12 എണ്ണത്തിന് 80 രൂപ മേടിച്ചു. ചേച്ചി പറഞ്ഞത് അല്ല, അല്ലേട്ടൻ പറഞ്ഞത് 1 കിലോയ്ക്ക് 80 രൂപ. ഇത് 1 കിലോ ഒന്നുമില്ല. അത് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, അറിയില്ല കേട്ടാ. ചിലപ്പോ ഓരോ സ്ഥലത്ത് ഓരോ വിലയായിരിക്കും. എല്ലാവരും നമ്മളെ പറ്റിക്കാണ്, സുഹൃത്തുക്കളെ നമ്മളെ പറ്റിക്കാണ്. നമ്മള് പുറത്തുനിന്ന് കുഴപ്പമില്ല, നമ്മളിവിടുത്തെ ആ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്താണോ നമ്മൾ വന്നേക്കണം. പോവാനി ഫോട്ടോ കോപ്പി എടുക്കണ്ടേ? ഇനി ഫോട്ടോ കോപ്പി എടുക്കണം. അതോട് ഞാൻ ചോദിച്ചു നോക്കായിരുന്നു. ഫോട്ടോ കോപ്പി എടുക്കണ സ്ഥലം തുറന്നിട്ടില്ലേ? മുകളിലേക്ക് പോണോണോ അല്ലേ? फोटो कॉपी किधर है? ये फोटो कॉपी ये कभी खुलेगा? എപ്പോഴാണ്? കുറച്ച് കഴിയുമ്പോൾ വരാന്നാ.
അഞ്ചലിയിൽ എടുത്തിട്ട് പോരുമ്പോ നമുക്ക് കോപ്പ് എടുക്കാം. സമയം ലേറ്റ് ആവും. കുറച്ച് കഴിയുമ്പോ വരാം. ഇനി വീണ്ടും വരണ്ടേടി. ഇനി ഇവിടെ നിക്കണ്ടേ? കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങള് പോയി തിരിച്ചെത്തിട്ടാ ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ 10 മണിയൊക്കെ ആവുമ്പോഴേക്കും തുറക്കുള്ളൂ. അപ്പൊ അതാണ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് അയോധ്യയിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മുടെ ID പ്രൂഫിന്റെ കോപ്പി വേണം, ആധാർ കാർഡിന്റെ കോപ്പി. അപ്പൊ അതെടുക്കാൻ വേണ്ടി കൂടിയാണ് ഇറങ്ങിയത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചേട്ടോ. എന്തിട്ടാ ഇത് നമ്മള് മേടിച്ചേക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ചോന്ന ജിലേബിയാ. മഞ്ഞയായിരുന്നു വേണ്ടേ? മഞ്ഞക്കാണ് വില കുറവ്. ഓ, ഇതിനല്ല. അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത്. അത് നമുക്ക് പിന്നെ മേടിക്കാം. എന്തായാലും ഇപ്പൊ ഇത് കുറച്ചല്ലേ മേടിച്ചുള്ളൂ. മഞ്ഞ ജിലേബി നല്ലതാ. ചെറിയ ജിലേബി എന്ന് പറഞ്ഞേ മഞ്ഞ. ഇത് സാധാരണ ജിലേബിയാ. ചെറിയ ജിലേബി ആണ് ഇവരുണ്ടാക്കണം. അങ്ങനെ എന്താ പറഞ്ഞേ? എന്തായാലും ഫ്രഷ് ജിലേബി, ചൂടൻ ജിലേബി. അങ്ങനെ അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഇതടയ്ക്കണോ? കൊരങ്ങൻ കേറൂല്ലേ? അയ്യോ, ഇത് ഭയങ്കര ടൈറ്റ് ആണോ ചേട്ടാ? ചേട്ടാ അടച്ചോ. അത് ഇത് പിടിക്ക്. നമുക്ക് ജിലേബി ടേസ്റ്റ് ചെയ്യാം. ജിലേബിക്ക് എന്താ പറയാ, അങ്ങനെ വലിയ ഷേപ്പ് എന്ന് പറയാനൊന്നുമില്ലല്ലേ? കനവില്ല. ഈ ഇട്ട എണ്ണയിൽ തന്നെ ആയിരിക്കുമല്ലേ ഇങ്ങനെ വറുത്ത് പറയണേ. അങ്ങനെയാണ് അതിന്റെ റിയാലിറ്റി. പക്ഷെ ആളിങ്ങനെ പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒഴിക്കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അതിലുണ്ടാ? ജ്യൂസി അല്ലേ? നല്ല ജ്യൂസി ഉള്ളില്. ആണോ? പക്ഷെ പുറത്ത് നല്ല മൊരി പോലെ മൊരിഞ്ഞിരിക്കണം. സൂപ്പർ കേട്ടോ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല. ക്രിസ്പി. എനിക്ക് കട്ടി കനല്ലേ എന്റെ സൗണ്ട് പോയി. ഒരെണ്ണം കഴിച്ചാൽ മതി.